അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ഇനി അമേരിക്കയെ നയിക്കുക എന്ന് ലോകമെമ്പാടുമുള്ള ജനത ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി കുറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഏതായാലും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് നമ്മോടൊപ്പം തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ഡോക്ടർ JV വിളനിലം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീ കവിരാജ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ ജോർജ് ജോസഫ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം ചേർന്നതാണ്. ശ്രീ ദേവദാസ് കണ്ണൂരിൽ നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ശ്രീ ശിവൻ മുഹമ്മ നമ്മോടൊപ്പം സ്കൈപ്പിൽ തത്സമയം US നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ദേവദാസ്, ആത്യന്തികമായി ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും പരിശോധിക്കപ്പെടേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു യാഥാസ്ഥിക രാഷ്ട്രീയമാണ്. അതിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബാമ അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണ ഘട്ടത്തിലൊക്കെയും വലിയ രീതിയിൽ മുന്നോട്ട് കാണിക്കപ്പെട്ട ഒരു വലിയ അട്രാക്റ്റീവ് ഘടകമൊക്കെ ആയിരുന്നു അത്. പക്ഷേ അതിപ്പോൾ ഈ ഹിലരിയിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട്? രാഷ്ട്രീയ ഇത് കണ്ടത് എന്താ പറയുക, ഒബാമക്ക് ഒരു ആഫ്രോ അമേരിക്കൻ ഒരു ടാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അതൊന്നും ആവുന്ന ഒരു പക്ഷേ ഒബാമക്ക് എന്താ പറയുക, ഇപ്പൊ പറയുന്നതിൻ്റെ കുറച്ചൊരു ഇത് പറയേണ്ടത്, ഒബാമ ഒരു ഫെയിലർ എന്ന് പറയട്ടെ. ഫെയിലർ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ സഭയിൽ റിപ്പബ്ലിക്കൻസിനു മറ്റേ ഭൂരിപക്ഷം, അപ്പോൾ എല്ലാം അങ്ങ് പാസ്സാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ രാജ്യസഭയിൽ ഈ മോഡി ഗവൺമെന്റിന് പറ്റുന്ന പോലെ തന്നെയാണ് അവിടെയും പറ്റിയത്. പക്ഷേ ഇവർ എന്താന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു സെൽഫ് രാഷ്ട്രീയത്തിന് പകരം ഈ ഈവിൾസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കനെ പറ്റിയിട്ട് ഈവിൾസിന് ഇത്രമാത്രം അറിയില്ലേന് പുറത്ത്. അവർ കാണിക്കുന്നത് സൂപ്പർ പവർ എന്നല്ല, പക്ഷേ ഉള്ളിലുള്ള ക്യാൻസറസ് ഈവിൾസ് ലോകത്തിന് ഈ സ്റ്റുപ്പിഡ്സ് വന്നുകൊണ്ട്, ഈ ഈവിൾസ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് കാണിച്ച് തന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ്. ഈ തേർഡ് വേൾഡ് കൺട്രീസ് ഞങ്ങൾ കണ്ടത് ഇത്രയും ഈവിളായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരു സെറ്റ് പാറ്റേണിലുള്ള ആൾക്കാരാണ് പ്രസിഡൻഷിപ്പിന് ഉള്ളതും. അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന മേജർ അവിടുത്തെ സൊസൈറ്റീൻ്റെ റേഷ്യൽ ലൈൻസ്, ഗൺ കൾച്ചർ, അവരുടെ ഫോറിൻ പോളിസീൻ്റെ പൊള്ളത്തരം എല്ലാം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഈ മിഡിയോക്കോ പ്രസിഡൻഷിപ്പ് കാൻഡിഡേറ്റിനെ കൊണ്ട് പറ്റി. അതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇതിൻ്റെ ഡേഞ്ചറസ് വശമാണ് നമ്മൾ നോക്കേണ്ടത്. ഹൂഎവർ ബി ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ദേ ഫ്രം 1903 ഹാസ് എ ഫോറിൻ പോളിസി that is to loot the third world countries' natural resources for Americans' own good. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ മാറ്റം ആരെങ്കിലും ശ്രമിച്ചാൽ ഓൻ വെടിയേറ്റ് മരിക്കും അന്ന് ഇതെല്ലാം. അതുകൊണ്ട് അതിലൊരു മാറ്റമില്ല. പിന്നെ വേറെ ഡേഞ്ചറസ് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഏതാ നല്ലതെന്നുള്ള ചോദ്യം സൗമ്യ ചോദിക്കുമ്പോൾ ഹിലരി എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പീരിയൻസും ഭർത്താവ് ക്ലിൻ്റൺ പ്രസിഡൻറ്റും ആയതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇന്നർ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടെങ്കിലേ ഞങ്ങളെ വേൾഡിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ആസ് സച്ച് UN എല്ലാം ഒരു പരിരക്ഷ. അതേസമയം ട്രംപ് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ട്രംപിനെ കൊണ്ട് വൈറ്റ് റേഷ്യൽ ലൈൻസ്, അൺഎംപ്ലോയിഡ്, ഇല്ലിറ്ററേറ്റിനെയാണ് ഫ്യൂൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്ത് ഇസ്ലാമോ ഫോബിയും ഫ്യൂൽ ചെയ്തു, ഒരു ഭാഗത്ത് മെക്സിക്കൻ്റെ കടന്നു വരവിനെയും ഫ്യൂൽ ചെയ്തു. അപ്പോൾ കുക്ലക്സ് ക്ലാനെ പോലെ ഒരു 70s ഗ്രൂപ്പ് ഉണ്ട്, വൈറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈസ് ഫോർ അമേരിക്കൻസ്. നമ്മളെ ഈ ശിവസേനയിലും പറയുന്ന പോലെ, ബോംബെ ഫോർ മുംബൈ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഗൺ കൾച്ചറും എല്ലാം കൂടി ഇറങ്ങിയാൽ കുടിയേറ്റക്കാർക്ക് എതിരെ പിന്നെ ആക്രമമായിരിക്കും. ഇപ്പം നിങ്ങൾ നാളെ നോക്കിക്കോ, അടുത്ത ടൈറ്റ് റേസ് ആയെങ്കിൽ സിവിൽ അൺറസ്റ്റ് വരും. എന്തറിയാം, ആദ്യം ട്രംപ് പറഞ്ഞു ഞാൻ അംഗീകരിക്കുകയില്ല തോറ്റാൽ ഈ റിസൾട്ട്. അപ്പോൾ ഗൺ കൾച്ചറിൻ്റെ ഒരു മിലീഷ്യ ഗ്രൂപ്പ് ഉണ്ട്, അത് ചിക്കാഗോ അലബാമയാന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ മാർച്ച് ചെയ്യും ടു ദ ന്യൂയോർക്ക്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ പരിരക്ഷിക്കാൻ വിത്ത് ഗൺസ്. എന്താ പറയുക, അവരെ ഗണ്ണ് എടുത്ത് മാറ്റുന്നുള്ള ഒരു പോളിസിയിലേക്കാണ് ഒബാമയും ഹിലരിയും പോകുന്നത്. അപ്പോൾ ഗൺസാണ് അവിടുത്തെ ആയുധ വ്യാപാരമാണ്, മാർക്കറ്റ് ഇക്കണോമിയാണ് പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. അത് സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും പണ്ട് CIA-നെയും ബനാന റിപ്പബ്ലിക്കും എല്ലാം ഉപയോഗിച്ചതുപോലെ ഇപ്പം പറ്റൂല. അതുകൊണ്ടാണ് വേറെയും ഡേഞ്ചർ ഉണ്ട്. പണ്ട് ഒബാമ കടന്ന് എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്ത അമേരിക്ക പാകിസ്ഥാനിൽ കണ്ടിട്ടും അവർക്ക് ബില്യൺസ് കൊടുക്കുന്ന പാരഡോക്സ് ഒന്ന്. ഇപ്പം പറയുന്നു ISS
എവിടെയല്ലോ 32 കൺട്രീസിലാണ് ട്രംപ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ 32 കൺട്രിയിൽ കയറാൻ UN ചാർട്ടർ റൂൾസ് നോക്കണ്ട, IS ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം ഇവർക്ക് കയറാം. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ടെററിസം ആരും ആക്കുന്നില്ല. ഈ ഒരു വേൾഡ് വാറിലേക്ക് പോകുമോ, ഇനി എൻവയൺമെന്റൽ ക്രൈസിസ് വന്നിട്ടുള്ള റെഫ്യൂജീസ് വേറെ വരാനുണ്ട്, പ്ലസ് ഉള്ള ലാക്സ് ഓഫ് റെഫ്യൂജീസ് ഒരു ഭാഗത്ത്, 5 ലക്ഷം ആൾ കൊല്ലപ്പെട്ട അലേപ്പോ ഇൻ സിറിയ, ഒന്നും നോക്കുന്നില്ല. വേൾഡിനെ ഒരു വോൾക്കാനോയിൽ നിൽക്കുന്നതാണ്. ഞാൻ തിരികെ എത്താം. ഒരുപക്ഷെ അവിടെ തന്നെയാണ് ശ്രീ ശിവൻ മുഹമ്മദ് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ ഹിലരിയോ ട്രംപോ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇതൊക്കെ എത്രത്തോളം അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ നിലപാടുകളൊക്കെ എന്നതുകൂടി പരിശോധിക്കപ്പെടാനാണ്. ഒരുപക്ഷെ NBCയുടെ ഒക്കെ വളരെ രസകരമായ എന്നും കൂടി പറയാവുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു, സർവേ ഉണ്ടായിരുന്നു. ഏതാണ്ട് 60% ആ ട്രംപിനെയോ ആഗ്രഹിക്കാത്തവരാണ്. ഒരുപക്ഷെ അതിന് മറിച്ചുള്ള ചിന്തകളായിരിക്കും, മറിച്ചുള്ള വോട്ടുകളായിരിക്കും ഇവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുക. ആ വിധത്തിലൊക്കെ ഈ നിലവിലെ അമേരിക്കയിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഈ ഒരു അസഹിഷ്ണുത അത് എങ്ങനെയായിരിക്കും, അത് ഏത് വിധത്തിലായിരിക്കും പ്രതിഫലിക്കപ്പെടുക? ഓക്കെ, ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അകത്ത് തന്നെ ട്രംപിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരുപക്ഷെ അത് ട്രംപിന്റെ ചില വ്യക്തിപരമായ നയ നിലപാടുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോറൽ സൈഡ് കൊണ്ടായിരിക്കാം. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ അൺഡിസിസീവ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാർ ആണ് ആക്ച്വലി അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെ നിയന്ത്രിക്കുന്നത്. അതിനാണല്ലോ നമ്മൾ പറയുന്നത് ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടുന്നുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലോറിഡ, അത് അല്ലെങ്കിൽ ഒഹായോ, പെൻസിൽവേനിയ, ന്യൂ ഹാംഷെയർ, മിച്ചിഗൻ, നെവാഡ തുടങ്ങിയ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ നിലപാട് ഏത് തലത്തിലായിരിക്കും എന്നെ ആശ്രയിച്ചായിരിക്കും ഒരു പക്ഷേ ട്രംപിന്റെ വിജയം നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 1-2 കാര്യങ്ങളിലോട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ബറാക് ഒബാമയുടെ കഴിഞ്ഞ 8 വർഷത്തെ ഭരണം വളരെ നന്നായിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ പറഞ്ഞിരുന്ന കാര്യങ്ങള് ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അദ്ദേഹം കയറുന്ന സമയത്ത് അമേരിക്ക വലിയൊരു റിസഷനിലൂടെ പോകുന്ന സമയത്താണ് അദ്ദേഹം അധികാരത്തിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളിൽ അന്ന് ഇറാഖ് വാർ നടക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ വാർ നടക്കുന്നു. അദ്ദേഹം ആ 2 വാറുകളും പയ്യനെ സ്ലോ ആയിട്ട് അവിടുന്ന് പട്ടാളക്കാരെ പിൻവലിച്ച് ആ 2 യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു. ഒസാമ ബിൻ ലാഡനെ അദ്ദേഹം പിടിക്കുമെന്ന് പറഞ്ഞു, അദ്ദേഹം അത് ചെയ്തു. ഒബാമ കെയർ ഒരു എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ പ്ലാൻ അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അത് അദ്ദേഹം ചെയ്തു. മറ്റൊരു സുപ്രധാനമായ വാർത്ത കൂടി വരുന്നുണ്ട്, ഞാൻ ഇടപെട്ട് സംസാരിക്കുകയാണ്, ക്ഷമിക്കണം. വലിയൊരു സുപ്രധാനമായ വാർത്ത, ഇന്ന് അർദ്ധരാത്രി മുതൽ 500,000 നോട്ടുകൾ അസാധുവായിരിക്കും. പണം നഷ്ടമാകുമെന്ന് ആർക്കും ഭയം വേണ്ട. ATMകൾ നാളെ മുതൽ അടച്ചിടും. പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടേത്, അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട് വരികയാണ്. भाग लेंगे, सकारात्मक भूमिका अदा कराएंगे और इस पवित्र कार्य को सफल बना के ही रहेंगे। मेरे प्यारे देशवासियों, ये बातें जब सब मैं आपके सामने रख रहा हूं, इसी समय सरकार के अलग अलग विभागों को भी जानकारी हो रही है। बैंक हो, पोस्ट ऑफिस हो, रेलवे हो, अस्पताल हो, उनके अधिकारियों को भी इस विषय की इसके पहले कोई जानकारी नहीं मिली है, क्योंकि इस काम में കള്ളപ്പണം തടയാനായാണ് ഏറ്റവും പുതിയ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേർന്നുണ്ട് തത്സമയം നമ്മളൊപ്പം. രാജേന്ദ്രൻ, എങ്ങനെയാണ് വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, വളരെ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു തീരുമാനം. അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 12 മണിക്ക് ശേഷം, അർദ്ധരാത്രി 12 മണിക്ക് ശേഷം രാജ്യത്ത് 500 രൂപ 1000 രൂപയുടെ നോട്ടുകൾ അസാധുവായിരിക്കും. 500 രൂപ 1000 നോട്ടുകൾ കൈവശമുള്ളവർക്കൊന്നും തന്നെ പിന്നീട് ഈ നോട്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് യാതൊരു രീതിയിലുള്ള വിനിമയം തന്നെ നടത്താൻ സാധിക്കില്ല. ഇതിന്റെ കാരണമായി പറയുന്നത് വൻതോതിൽ കള്ളപ്പണം രാജ്യത്ത് പെരുകുന്നു, കള്ളനോട്ട് പെരുകുന്നു.
ഈ കള്ളനോട്ട് മുഖേനയാണ് ഭീകരരുടെ കൈവശം പണം എത്തുന്നത്. അതുകൊണ്ട് ഇത് തടയുകയല്ലാതെ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല എന്നതാണ്. ഇത് പെട്ടെന്ന് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം എങ്ങനെ നമുക്കറിയാം, ഇന്ന് ദൈനംദിന ആവശ്യങ്ങൾക്കായി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളാണ് വളരെ വ്യാപകമായി എല്ലാവരും തന്നെ വിനിയോഗിക്കുന്നത്. ഇതിനായി ബദൽ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരിച്ച ബദൽ സംവിധാനങ്ങൾ ഇനി പറയുന്നതാണ്. ഒന്ന് 50 ദിവസത്തേക്ക്, അതായത് ഡിസംബർ 30 വരെ 500 രൂപ കൈവശമുള്ള 500 രൂപ 1000 രൂപയുടെ നോട്ടുകൾ ബാങ്കുകൾ കൊടുത്താലോ, ബാങ്കുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളോ കൊടുത്ത് നമുക്ക് മാറാൻ സാധിക്കും. ബാങ്കുകളിൽ 500 രൂപയുടെയോ 1000 രൂപയുടെ നോട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ പകരം അത് 100 രൂപയുടെ നോട്ടുകളാക്കി മടക്കി തരും. ഇതിനായി 50 ദിവസമാണ് സമയപരിധി. 50 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഒരിക്കലും തന്നെ ഇത് മാറിക്കിട്ടില്ല. ഇതിനായുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും ATMകൾ പ്രവർത്തിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. കാരണം 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ കൈവശമുള്ളവർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 100 രൂപയുടെ നോട്ടുകൾ അത്ര അധികമായി ആരുടെയും കൈവശമുണ്ടാവില്ല. സ്വാഭാവികമായും നാളെ ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ, നാളെ നേരിട്ട് ബാങ്കുകളിൽ എത്തി ഈ കൂടുതൽ 100 രൂപയുടെ നോട്ടുകൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ATMകൾ പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം 2 ദിവസം ATMകളിൽ ബദൽ ക്രമീകരണങ്ങൾക്കായി നിലവിലുള്ള 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച് 100 രൂപയുടെ കൂടുതൽ നോട്ടുകൾ ATMകളിൽ നിക്ഷേപിക്കുന്നതിനായി സമയമെടുക്കും. ഈ മാറ്റത്തിനായി സമയമെടുക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 2 ദിവസം രാജ്യത്തെ എല്ലാ ATMകളും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ഒരു വലിയ പരിഷ്കാരത്തിന് പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം പറയുന്നത്, ഈ രീതിയിൽ കള്ളനോട്ടുകൾ വ്യാപകമായി, കള്ളപ്പണം വ്യാപകമായി 500 രൂപ 1000 രൂപ നോട്ടുകൾ മുഖേന ഭീകരരുടെയും മറ്റ് പലരുടെയും മാഫിയകളുടെയും തന്നെ കൈകളിലെത്തിയിട്ടുണ്ട്. ഇത് തടയാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്നാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അഭ്യർത്ഥിച്ചത്. ഇത് രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആർക്കും തന്നെ യാതൊരു ആശങ്കയും വേണ്ട. ആരുടെയും കൈവശമുള്ള പണം നഷ്ടപ്പെടുകയില്ല. ഈ ഒരു മാറ്റവുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേർന്നിരുന്നു. മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അഭിസംബോധന ചെയ്യൽ അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായും ചർച്ച നടത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മുടെ സാമ്പത്തിക നയത്തിൽ ബാങ്കിങ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊരു കുറച്ച് ദിവസം. രജിതൻ, ഞാൻ തിരികെ എത്താം. ദില്ലിയിൽ നിന്നും M സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനം, അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാകും എല്ലാവർക്കും. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? മന്ത്രിസഭാ യോഗത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആമുഖമായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രധാനമന്ത്രി എടുത്തു കാണിച്ചിരുന്നു. രാജ്യത്തെ പാവങ്ങൾക്കൊപ്പമാണ് സർക്കാർ ഉള്ളത്. അതോടൊപ്പം തന്നെ സമഗ്ര സുസ്ഥിരമായ സാമ്പത്തിക വികസനത്തിലേക്ക് രാജ്യം കുതിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള മുഖവിരയോടുകൂടിയാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം നമ്മുടെ ശത്രുക്കൾ, അതിർത്തിയിൽ നിന്നും ഉള്ള ശത്രുക്കൾ കള്ളനോട്ടുണ്ടാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവനയും പിന്നീട് അതിനുശേഷം കള്ളപ്പണത്തെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതിൽ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം 1.4 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശത്ത് നിന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിനുശേഷമാണ് ഇപ്പോഴും രാജ്യത്ത് കള്ളപ്പണം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്, അത് സാമ്പത്തിക രംഗത്തിന് ഭീഷണിയായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കള്ളനോട്ട് വ്യാപകമായ രാജ്യത്ത് കള്ളനോട്ട് പ്രചരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കള്ളപ്പണമുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ 500ന്റെയും 1000ന്റെയും കറൻസി നോട്ടുകൾക്ക് നിയമ സാധുതയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇത് കൂടാതെ നാളെയും മറ്റന്നാളും ATM കൗണ്ടറുകൾ ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കി. ബാങ്കുകളിൽ ചെന്ന് ഈ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ മാറി എടുക്കാനുള്ള സൗകര്യമുണ്ടാകും. ഡിസംബർ 31 വരെയാണ് അതിനുള്ള അവസരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ സമയത്തിനിടയ്ക്ക് നോട്ടുകൾ മാറിയെടുക്കാം. എന്നാൽ ഒരു തവണ ഒറ്റഘട്ടത്തിൽ 20,000 രൂപയുടെ നോട്ട് മാത്രമേ ഇത്തരത്തിൽ മാറിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അതിന് മുകളിലുള്ള പണം മാറണമെങ്കിൽ
അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതായി വരും. അതോടൊപ്പം തന്നെ ആദ്യ 72 മണിക്കൂറുകളിൽ അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി മെഡിക്കൽ സ്റ്റോറുകൾ, ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ 72 മണിക്കൂറത്തേക്ക് സ്വീകരിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കും. എന്തായാലും ഒരു സാമ്പത്തികമായ വലിയ ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ രാജ്യത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പെട്ടെന്നുള്ള ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാനുള്ള സൗകര്യങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ, ബാങ്കുകളിൽ മാത്രമല്ല പോസ്റ്റ് ഓഫീസുകളിൽ ഉൾപ്പെടെ ഈ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സൗമ്യ. സന്തോഷിലേക്ക് തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം, അതായത് കള്ളപ്പണം തടയുന്നതിനായി ഉള്ള ഒരു തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല, പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു പ്രഖ്യാപനവും ഒക്കെ. എങ്ങനെയാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക, അല്ലെ ഒന്ന് നിരീക്ഷിച്ചാൽ? അത് വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളിത് ശ്രവിക്കുന്നത്. കാരണം ഇത് വാസ്തവത്തിൽ ഈ 500ന്റെയും 1000 രൂപയുടെയും കള്ളനോട്ടുകൾ വളരെ വ്യാപകമായി ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഗുണ്ട മാഫിയ ആക്ടിവിറ്റികൾക്കുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു നിരീക്ഷണവും ഒരു പരാതികളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, UPA സർക്കാരിൻ്റെ കാലത്തും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നോട്ടുകൾ പിൻവലിക്കപ്പെടും എന്നുള്ളൊരു പ്രതീതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മുന്നറിയിപ്പുകളോ എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ ഒരു മാധ്യമത്തിൽ കൂടെയും വരാത്ത ഒരു വളരെ ഗോപ്യമായ വിധത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് അർദ്ധരാത്രി മുതൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അതീവമായിട്ടുള്ളൊരു ഞെട്ടലോടുകൂടിയുള്ളൊരു വാർത്തയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു ആശങ്ക വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച്, ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് 20,000 രൂപയിൽ താഴെ കൈവശമുള്ളവർക്ക് നേരിട്ട് തന്നെ അത് മാറാം എന്നുള്ളതാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുകളിൽ ഒരു പക്ഷേ എങ്ങനെയാണ് സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കാണിക്കേണ്ടത്, അതിന് ചിലപ്പോൾ ഒരു ഡിക്ലറേഷൻ മാത്രം മതിയാവും, അതെല്ലാം വേണ്ടിവരും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രത്യാഘാതം പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വളരെ വലിയ ദൂരവ്യാപകമായിട്ടുള്ളൊരു പ്രത്യാഘാതം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലെ ക്യാഷ് ഫ്ലോയ്ക്ക് ഇത് വലിയൊരു തടസ്സമാകാം. കാരണം ഇപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ ഇത്തരം പണം സൂക്ഷിച്ചിട്ടുള്ളവർ അതിൻ്റെ നിയമ നടപടികളും എല്ലാം കൊടുത്തതിന് ശേഷമേ അവർക്ക് 100ന്റെ നോട്ടായിട്ട് മാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം കറൻസിയായി ആളുകളുടെ കയ്യിലുള്ള ഫണ്ട് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളതിനൊരു ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിലൊരു ഇതുണ്ടാകാം. അതൊരു സ്ക്യൂസ് താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഗവൺമെൻറ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ നമ്മുടെ മിലിറ്ററി മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വ്യാപകമായി തന്നെ ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത്. പല മാധ്യമങ്ങളിൽ നമുക്കറിയാം റിപ്പോർട്ടുകൾ വന്നിരുന്നു, ഈ 500ന്റെ നോട്ട് വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില്ലറ വ്യാപാര മേഖലയിലും ഫിഷിംഗ് മേഖല അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ തന്നെ ഇത്തരം പണം വളരെ കാര്യമായി ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ പാരലൽ ഇക്കോണമി, ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് റിയൽ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു നടപടി ഒരുപക്ഷെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷെ പ്രശ്നം ഇത് വളരെ അബ്രപ്റ്റായി പോയി വളരെ പെട്ടെന്ന് പൊടുന്നനെ ആയതുകൊണ്ട് ഒരാശങ്ക ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് വരും. ക്യാഷ് ഫ്ലോ അടക്കമുള്ള കാര്യങ്ങളിലെയും നിത്യ ചെലവുകൾക്ക് വേണ്ടി ഒരുപക്ഷെ ഈ 500ന്റെ 1000ൻ്റെയൊക്കെ നോട്ട് ഇപ്പോൾ മാറി വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും, ATMയിൽ പോയി എടുത്തു വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അതൊക്കെ തന്നെ ഒരു വലിയ ഒരു താൽക്കാലികമായിട്ട് ഒരു പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഡിസംബർ 31 വരെ അതിന് സാവകാശം കൊടുത്തിട്ടുണ്ട്. അത് മാറിയെടുക്കാൻ കഴിയും എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ഒരു സമാശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം.
എന്നിരുന്നാൽ പോലും വളരെ പെട്ടെന്നുള്ള ഈ നീക്കം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സപ്ലൈയിലുള്ള മണി സപ്ലൈയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെരുക്കം വരും. മാർക്കറ്റിലുള്ള മണിയുടെ സപ്ലൈയുടെ ക്വാണ്ടം ഓഫ് സപ്ലൈ വളരെയധികം താഴോട്ട് പെട്ടെന്ന് പോകും. അത് റീകൂപ്പ് ചെയ്തെടുക്കുന്നതിന് റിവൈവ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് സമയം വേണ്ടി വരും. ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്നാണ് നമ്മുടെ ചുരുക്കം വിവരങ്ങൾ. നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ചുരുക്കം ചില വിശദീകരണങ്ങളായിട്ട് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും വളരെ വേഗം ഇതിലേക്ക് എത്താം. വലിയൊരു ആശങ്ക സ്വാഭാവികമായും ഉയരുന്നുണ്ട്. കള്ളപ്പണം തടയാൻ എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് 500,000 നോട്ടുകളാണ് ഈ വിധത്തിൽ വിപണിയിലേക്കൊക്കെ എത്തുന്നത്. ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി എന്നാൽ ആർക്കും പണം നഷ്ടമാകില്ല എന്നതടക്കമുള്ള ഉറപ്പുകൾ നൽകുന്നെങ്കിലും വരും 2 ദിവസങ്ങളിലേക്ക് ATM-കൾ പ്രവർത്തിക്കുന്നതായിരിക്കില്ല. എല്ലാ ജനങ്ങളിലേക്കും എങ്ങനെ ഈ കാര്യം എത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയൊരു ആശങ്ക ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനായി പ്രത്യേകിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്കടക്കം ഇത്തരം പണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുടെയൊക്കെ വളരെ ഗൗരവതരമായ റിപ്പോർട്ടുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ 500,000 നോട്ടുകൾ വാലിഡ് ആയിരിക്കില്ല. ഡിസംബർ 30 വരെ, അതായത് നിലവിലുള്ള 500,000 നോട്ടുകൾ മാറുന്നതിനായി ഡിസംബർ 30 വരെ സമയം നൽകിയിട്ടുണ്ട്. ഇതിനകം ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ഈ പണം മാറാവുന്നതാണ് എന്നതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു സുപ്രധാനമായ തീരുമാനമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രായോഗിക തലം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രാജേന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രായോഗിക തലം, അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സാഹചര്യത്തിലൊക്കെ എത്രത്തോളം നടപ്പിലാകും? ഇതിനകത്ത് ഈ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം അദ്ദേഹം തന്നെ നേരിട്ട് മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം നേരിട്ട് തന്നെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പൊ ഇതിന് പിറകിലുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, കള്ളപ്പണം നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നിരിക്കുന്നു. ഇതൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ രീതിയിൽ കള്ളപ്പണവും അതോടൊപ്പം തന്നെ കള്ളനോട്ടും ഇത് രണ്ടും തന്നെ ഉപയോഗിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇത് തടയാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത്തരത്തിലൊരു വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ മുൻകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും എവിടെയും തന്നെ പത്രങ്ങളിലോ ചാനലുകളോ ഒന്നും വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നു. കാരണം ഈ തീരുമാനം നടപ്പിലാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 12 മണി കഴിഞ്ഞാൽ ഈ തീരുമാനം നടപ്പിലാവും. അതിനുശേഷം 1000 രൂപ 500 രൂപ പൂർണ്ണമായി തന്നെ അസാധുവാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് ചെയ്യാൻ സർക്കാർ നിർബന്ധിതരാണ്, മറ്റൊരു മാർഗവുമില്ല. ഇതാണ് സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ വളരെ പെട്ടെന്ന് ഇത് സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമുക്കറിയാം 500 രൂപ നോട്ടുകൾ വളരെ വ്യാപകമാണ്. 1000 രൂപ അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും 500 രൂപ നോട്ടുകൾ, സാധാരണക്കാർക്കിടയിൽ 500 രൂപ നോട്ടുകളാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ അവർ ഇത് പെട്ടെന്ന് നാളെ ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിരവധി പേർ ഇത് പണം എടുക്കാനായി ഒന്ന് 500 രൂപ തിരിച്ചു കൊടുത്ത് അത് 100 രൂപ നോട്ടുകളാക്കി മാറ്റണം. അതൊന്ന്. രണ്ടാമത്, നിത്യേനയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കണം. ഇതിനായി ഈ പണം വേണം. അപ്പോൾ പണം വേണമെങ്കിൽ തന്നെ എല്ലാവരും തന്നെ കൂട്ടത്തോടു കൂടി ബാങ്കുകളിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ATM-കൾ 2 ദിവസം പൂർണ്ണമായും നിശ്ചലമായിരിക്കും. ഇതോടുകൂടി വിപണിയിൽ ഈ പണം എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ നിത്യേനയുള്ള കാര്യങ്ങൾക്ക് നിത്യവൃത്തിക്കായി ഉപയോഗിക്കേണ്ട പണം ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനായി ബാങ്കുകളിൽ പോയാലും അത് നമുക്കറിയാം, അത് അത്ര പെട്ടെന്ന് ബാങ്കുകൾ ഇതിനനുസരിച്ച് പെട്ടെന്ന് സജ്ജമാവണം. ബാങ്കുകൾക്കൊന്നും ഈ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ അവർക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ മാറ്റത്തിന് അനുസൃതമായ ഒരു മാറ്റം, സംവിധാനത്തിൽ മൊത്തത്തിലുള്ള ഒരു മാറ്റം രാജ്യത്തെ എല്ലാ ബാങ്കുകളും തന്നെ നടത്തേണ്ടതുണ്ട്. അതിന് സാധിക്കുമോ എന്നൊരു ആശങ്കയും ആശയക്കുഴപ്പങ്ങളും തന്നെ ബാങ്ക് മേഖലയ്ക്കുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ATM-കൾ 2 ദിവസം അടച്ചിടുമ്പോൾ ഇപ്പൊ എല്ലാവരും തന്നെ പണം എടുക്കാനായി ATM-കളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള തുക എടുക്കണമെങ്കിൽ മാത്രമാണ് എല്ലാവരും തന്നെ ബാങ്കുകളിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ATM-കളിൽ പോവാതെ ബാങ്കുകളിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പണം എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം, അത് ഉപഭോക്താക്കളായാലും സ്ഥാപനങ്ങളായാലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കുറച്ച് ദിവസങ്ങൾ ഉള്ളിൽ സ്വാഭാവികമായും നേരിടേണ്ടി വരും. അതിൻ്റെ ഒരു പ്രത്യാഘാതം എത്ര കണ്ടുണ്ടാവും നമുക്കിപ്പോഴും തന്നെ നമുക്കത് അത്തരത്തിലൊരു അനുമാനത്തിൽ എത്താൻ സാധിക്കില്ല. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഇതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. കള്ളപ്പണം തടഞ്ഞേ തീരൂ, കള്ളനോട്ടുകൾ തടഞ്ഞേ തീരൂ. ഇത് ഭീകരരും അതോടൊപ്പം തന്നെ മാഫിയകളും വൻതോതിൽ
കള്ളപ്പണവും കള്ളനോട്ടും ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ സഹകരിക്കണം. ഇത്തരം ഒരു അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി. അതിലേക്ക് എത്താം. ഇപ്പോൾ ദേവദാസ് കൂടി നമ്മുടെ ഒപ്പം ചേർന്നുണ്ട്. ദേവദാസ്, സ്വാഭാവികമായും കള്ളപ്പണം ആദ്യം മുതൽക്കേ തന്നെ നേരത്തെ മുതൽക്കേ തന്നെ വലിയൊരു വിഷയമാണ്. അത് ഈ വിധത്തിൽ വലിയ രീതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന രീതിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ അതിനെ ഇപ്പോൾ ഈ വിഷയം എങ്ങനെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തു എന്നതുകൂടിയാണ് പരിശോധിക്കേണ്ടത്. ശ്രീ ദേവദാസ്. യെസ്, ദേവദാസിലേക്ക് ഞാൻ വളരെ വേഗം എത്താം. ശ്രീ ജോർജ് ജോസഫിലേക്ക് തന്നെ വരികയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ ഈ ഒരു ആശങ്ക പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഏതായാലും ചർച്ച ചെയ്ത് വന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഒരു സാമ്പത്തിക മേഖലയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുള്ള ഇങ്ങനെയുള്ളൊരു ഇടപെടൽ, പ്രത്യേകിച്ച് പല തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു മേഖല, അവരിലേക്ക് കൂടി ഈ വിഷയം എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇതിന്റെ ഒരു പ്രായോഗിക തലം, അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക പൊതുവിലുണ്ടോ? സൗമ്യ, ഇപ്പം ഇതിനകത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ ഇപ്പം നമുക്ക് തന്നെ ഈ വിവരം പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ നാനാവശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഗുരുതരമായ പ്രശ്നം, ഇതിപ്പോൾ ഫ്ലാഷ് ന്യൂസായിട്ട് എല്ലാ രീതിയിലും എല്ലാ ചാനലുകളിലും എല്ലാം വന്നു കഴിഞ്ഞു. ഇന്ന് അർദ്ധരാത്രി മുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നിമിഷം മുതൽ തന്നെ ഒരു കടയിലോ എവിടെയോ 500-ൻ്റെയോ 1000-ൻ്റെ നോട്ട് സ്വീകരിക്കില്ല. അതൊരു വസ്തുതയാണ്. കാരണം നാളെ അവർ ബാങ്കിൽ കൊണ്ടുപോയി ഇത് മാറാൻ നടക്കണം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ, അർദ്ധരാത്രി 12 മണി മുതൽ എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വന്ന അതേ നിമിഷം മുതൽ തന്നെ ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഏറെക്കുറെ ട്രാൻസാക്ഷനിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് വലിയൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം, നാളെ പണമെടുക്കാൻ ഒക്കെ വെച്ചിരുന്ന ആളുകളുണ്ട് അത്യാവശ്യത്തിന്. അവർ ATM നിന്നാണ്, ഈ പറഞ്ഞതുപോലെ ATM വഴിക്കാണ് നമ്മൾ പണം എടുക്കുന്നത്. അത് നാളെ 2 ദിവസത്തേക്ക് ATM ഇല്ല എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് ബാങ്കുകളിൽ വരാൻ പോകുന്നത്. ഒന്ന്, നാളെയും മറ്റന്നാളും പണം ആവശ്യമുള്ള ആളുകൾ ബാങ്കുകളിലേക്ക് തിക്കിത്തിരക്കും. മറ്റൊന്ന്, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടായിട്ട് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് നാളെയുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ വെച്ചിട്ടുള്ള ആളുകൾക്ക് നാളെ തന്നെ ഇത് ബാങ്കിൽ പോയി മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്കുകളിൽ ഉണ്ടാകുന്ന ഒരു തിക്കിത്തിരക്കും കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നുള്ളൂ. വലിയൊരു പ്രതിസന്ധി, മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് ഗോപ്യമായിട്ട് വെക്കേണ്ടതുണ്ട്, രഹസ്യമായിട്ട് വെക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇക്കോണമിയിൽ ആ രീതിയിൽ ഇടപെടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും, അബ്രപ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഇത് പറയാൻ പോകുന്നത്. പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്, ഉദാഹരണത്തിന് നാളെ ഒരാവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ 2 ലക്ഷം രൂപ എടുത്തു വെച്ചിരിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ആ 2 ലക്ഷം രൂപ എടുത്തു വെച്ചിരിക്കുന്നത് 100-ൻ്റെ നോട്ടോ 5-ൻ്റെ നോട്ടോ 10-ൻ്റെ നോട്ടോ ആയിട്ടായിരിക്കില്ല. മിക്കവാറും അത് 1000-ൻ്റെയോ 500-ൻ്റെയോ നോട്ടായിട്ട് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിൻ്റെ പേരിൽ അങ്ങനെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ പണം നാളെ ഇയാൾ ബാങ്കിൽ പോയി 100 രൂപ നോട്ടാക്കണമെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന പണത്തിന് ഇത് കൊണ്ടുപോയി നമ്മൾ ഡിക്ലറേഷനും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാവുന്ന ഈ തീരുമാനം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ നമ്മൾ കേട്ടിരുന്നു. കാരണം ഒന്ന്, പ്ലാസ്റ്റിക് മണിയിലേക്ക് മാറുക, അതായത് കറൻസി ട്രാൻസാക്ഷൻ, ഇടപാടുകളിൽ കറൻസിയുടെ ട്രാൻസാക്ഷൻ കുറയ്ക്കുക എന്നുള്ളൊരു സമീപനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് 1000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഐദർ ബൈ ചെക്ക് ഓർ ബൈ ATM, നമ്മുടെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇടവേള കൂടി അനിവാര്യമായിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. എന്നാലും ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നും നാളെയും ATMകളില്ല. അർദ്ധരാത്രി മുതൽക്കേ തന്നെ 500-ൻ്റെയും 1000 നോട്ടുകൾ അസാധുവാകുകയാണ്. ഈ നോട്ടുകൾ ഡിസംബർ 30-നകം 100 രൂപ നോട്ടുകളാക്കി, അല്ലെങ്കിൽ നോട്ട് മാറി എടുക്കേണ്ടതാണ് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടേതാണ് പ്രഖ്യാപനം. 1000, 500 നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ അസാധുവായിരിക്കും.
ഡിസംബർ 30-നകം ഈ പൈസ ബാങ്കുകളിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ മാറി എടുക്കുക എന്നതാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആർക്കും പണം നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഈ ജനങ്ങൾക്ക് വലിയൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. ദേവദാസിലേക്ക് പോവുകയാണ്. ദേവദാസ്, ഇവിടെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പല ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ കുത്തൊഴുക്ക് തടയേണ്ടതുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി പോകും എന്നത് ഇപ്പോൾ എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു. ഈ ഒരു തീരുമാനം എങ്ങനെയാണ് അതിനെ കാണുന്നത് ശ്രീ ദേവദാസ്? സൗമ്യ, 2014 ഈ ട്രംപിന്റെ മൂത്താപ്പയായി ഈ മോഡി എന്നുള്ള കാര്യം ഷുവർ. എന്താ പറയുക, ഞങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം ഉറുപ്പ്യ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ഇടും എന്ന് പറഞ്ഞ് ലളിത് മോഡിനെ അവസാനം ലണ്ടനിൽ ഇന്നും പിടിക്കാണ്ട് വസുന്ധര രാജ സിന്ധ്യയും സുഷമ സ്വരാജും മോഡിയും ജെറ്റ്ലിയെല്ലാം സേവ് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ആൾക്കാരെ 500,000 ഇപ്പം സ്റ്റാൻഡ് സ്റ്റില്ലാക്കി വെച്ച് തീരുമാനം എടുക്കാൻ എന്ത് തിരക്ക്. ഇതിനു മുമ്പേ സൗമ്യ എന്താ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം IPL നിർത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ലല്ലോ. ഏറ്റവും അധികം കള്ളപ്പണം ഡി കമ്പനി ആ കള്ളപ്പണം ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ വഴി ടെററിസ്റ്റിനെ ഫിനാൻസ് ചെയ്തെന്ന് റിപ്പോർട്ട് പോലും പോയിട്ട് അത് നിർത്താൻ ഇന്ന് വരെ പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ ഈ ഒരു കാരണം പറഞ്ഞ് 100-500 പാവം നാളെ പോകുന്ന രോഗികൾ, ഇപ്പം മുൻ ഒരു എക്സ്പെർട്ട് പറഞ്ഞ പോലെ 2 ലക്ഷം ഉറുപ്പ്യ എന്തൊക്കെ ഒരു ട്രാൻസാക്ഷന് വെച്ച് എന്താണ് ചെയ്യുക? നാളെ രാവിലേക്ക് എത്ര ആൾ ട്രെയിനിൽ, ഇപ്പോൾ രാവിലെ ട്രെയിനിൽ വരുന്ന ആളുണ്ടാവില്ലേ ദൂരെ നിന്ന് ഡൽഹി ടു എവിടെയല്ലോ, ആ ട്രെയിനിൽ ഇറങ്ങുന്ന ആളെ കീശയെന്ന് പൈസ എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? 500,000. അപ്പോൾ ഇവർക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഇവർക്ക് ചെയ്യേണ്ട ആളെയെല്ലാം അവർ RBIനെ വകഞ്ഞു മാറ്റിയിട്ടാണ് ലളിത് മോഡി രക്ഷപ്പെട്ടെ. ലളിത് മോഡിനെ തൊടുന്നില്ല. വിജയ് മല്ലയെ ഞങ്ങളെ പൈസ എടുത്ത് കട്ടിട്ട് ലണ്ടനിൽ സുഖിച്ച് ജീവിക്കുന്നു, അത് തൊടുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ഈ രണ്ടിനെ എക്സ്ട്രഡേറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. ആ നിലയിൽ നോക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കുന്ന എല്ലാ പരിപാടിക്കും ഇവർ നിൽക്കും. ഈ പനാമ സീഷൽസിലുള്ള കോർപ്പറേറ്റ്സിൻ്റെ കള്ളപ്പണം കൊണ്ടുവരാൻ ഇവർക്ക് നട്ടലില്ലാത്ത സർക്കാർ. ഇതല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ അർദ്ധരാത്രി പോക്കറ്റ് അടിച്ച പോലത്തെ ഒരു അവസ്ഥ. രാവിലെ ഇത് പലതും അറിയില്ല. ഇല്ലിറ്ററേറ്റ് പാവങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഉറങ്ങുന്നതെല്ലാം ഒന്നും അറിയില്ല. നാളേക്ക് ടൗൺ എല്ലാം നിശ്ചലമാവും. അത് ഇങ്ങനെ ഈ പരിപാടി എന്തുകൊണ്ട് 2 കൊല്ലം മുമ്പേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവർ കള്ളപ്പണക്കാരെ പിടിക്കാണ്ട് നിന്നു. ഫോറിനിലുള്ള 4 ലക്ഷം കോടിയാണ് കള്ളപ്പണം പുറത്തുള്ളത്. അപ്പം ഇത് കൊണ്ടുവന്നെങ്കിൽ തന്നെ ഈ ട്രാൻസാക്ഷൻസ് തീരുവനും. അത് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ രാഷ്ട്രീയക്കാരെയും കോർപ്പറേറ്റ്സിൻ്റെ ഇതുമല്ല IPL നടത്തി കള്ളപ്പണം വെളുപ്പിച്ച് betfair.com ഓൺലൈൻ ബെറ്റിംഗ് ഇവിടെ ഇല്ല, ഫിക്സിംഗ് ഇല്ല. എന്നിട്ട് 1.25 ലക്ഷം കോടിയാണ് ലളിത് മോഡിയും എൻ്റെ അളിയനും കൂടിയിട്ട് കൊണ്ടുപോയത്. അതിന് നിയമനിർമ്മാണം നടത്താത്തവർ ഈ സാധാരണക്കാരൻ്റെ ഈ നടുവൊടിക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ലളിത് മോഡിമാർ ഡോളറിൽ കളിക്കും, ഞങ്ങൾ സാധാരണക്കാർ സാധാരണ ഒരു പാല് വാങ്ങാൻ നാളെ പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആക്കി വെക്കുന്ന ഒരു ചരിത്രം. ഇപ്പോഴാണ് ഉറക്കമുണ്ടെന്ന് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വിധ്വംസ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന അത് IPL ഫിനാൻസ് കള്ളപ്പണം ദാവൂദ് ഇബ്രാഹിം ദുബായ് വഴി ഉപയോഗിക്കുന്നതെന്ന് ഇവരെ മട്ടിൽ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് എത്ര പേര് പറഞ്ഞു. 2012 മുതൽ റിപ്പോർട്ടഡ് അല്ലേ, എന്നിട്ടെല്ലാം ഒളിച്ചു വെച്ചു. അതാണ് BCCIക്കെതിരെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയത് അല്ലേ, വേറെ ഒന്നുമല്ല. എന്നിട്ട് പോലും അതിനെ മറികടക്കാൻ ഇപ്പോൾ അനുരാഗ് താക്കൂറും MP-മാരും ഈ ജെറ്റ്ലിയും അമിത്ഷായും എല്ലാം നോക്കുന്ന ദയനീയ കാഴ്ചയുണ്ട്. അപ്പം നിങ്ങൾ ഇത് രണ്ടും കാണണം. ഇനി BCCI ഇപ്പോൾ ഈച്ചിൽ കളി നടക്കും. അതേസമയം 500-1000 നോട്ടുള്ള 500 ഉള്ള നോട്ടുള്ളവൻ ഇന്ന് നാളെ രാവിലെ വെള്ളം പോലും കുടിക്കാണ്ട് ഇവിടെ നിരന്നിട്ട് ഏതായാലും അർദ്ധരാത്രി മുതൽ 500-1000 നോട്ടുകൾ ഇൻവാലിഡ് ആയിരിക്കും. നാളെ 2 ദിവസത്തേക്ക് ATM-കൾ ഉണ്ടാകില്ല. ATM-കളിലൊന്നൊക്കെ ഈ 500-1000 നോട്ടുകൾ മാറ്റുന്നതിന്റെ ഘട്ടമായിട്ടാണ്, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ATM-കൾ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഈ 500-1000 നാളെ ബാങ്കുകൾ അടച്ചിടുമെന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ വലിയൊരു ആശങ്ക സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ തന്നെ കൈവശം 1000-500 രൂപയൊക്കെ നാളെ അടിയന്തരമായി ഉപയോഗപ്പെടുത്തേണ്ടവർ എന്തു ചെയ്യുമെന്നൊരാശങ്ക സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ബാങ്കുകൾ നാളെ അടച്ചിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 500-1000 രൂപയുടെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം. കള്ളപ്പണം തടയുക എന്നതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്.
ഇപ്പോൾ ബാങ്കുകൾ കൂടി അടച്ചിടും എന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കള്ളപ്പണം വിപണിയിൽ നിന്നും കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഉള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായും ആശങ്ക ഒന്നുകൂടി ഉയരുകയാണ്. നാളെയും മറ്റന്നാളും ATM അടച്ചിടുമെന്ന് അറിയുന്നു. അതിനുശേഷവും എങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്ന തരത്തിലുള്ള ഒരു വലിയ ഉറപ്പ് നൽകുന്നില്ല. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ അസാധുവായിരിക്കും. ഇത് മാറ്റാനുള്ള സമയം ഡിസംബർ 30 വരെ എന്ന് പറയുമ്പോഴും നാളെ ബാങ്കുകളില്ല, ATMകളില്ല, പണം ഉടനടി മാറ്റാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നതൊക്കെ കൂടി വലിയൊരു ആശങ്ക ഉയർത്തുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ പല തരത്തിലുള്ള ഇടപെടലുകൾ സ്വാഭാവികമായും ഇത്തരം ഇടപെടലുകൾ നടത്താനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്നൊക്കെ ഇരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ വിദഗ്ധരുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ നടത്തിയിട്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്? ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ പിൻവലിക്കേണ്ടതാണ്, പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ഐദർ ബൈ ചെക്ക് ഓർ ബൈ ATM ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള രീതിയിലൊക്കെ ആക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും പല രീതിയിലും വന്നിരുന്നു. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ പൊടുന്നനെയുള്ളൊരു തീരുമാനം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു തരത്തിലും ഒരു മാധ്യമങ്ങളിലും ഒരു രീതിയിലുള്ളൊരു സൂചനകളും ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു തരത്തിലുമുള്ള സൂചന ആർക്കും ഉണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അന്തരീക്ഷം ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ തീരുമാനം ഇതിൽ 3 കാര്യങ്ങൾ ഇപ്പോൾ വലിയ അപകടമാണ്. 3 കാര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ദുഷ്കരമായി ബാധിക്കാൻ പോകുന്നൊരു കാര്യം വരെയാണ്. ഒന്ന്, ഡിസംബർ 30 വരെ ഇതിന് സമയം കൊടുത്തിട്ട് നാളെ ബാങ്കുകൾ അവധി കൊടുക്കുക. അപ്പോൾ ആ ഡിസംബർ 30 വരെയുള്ള സമയത്തിൽ ഒരു ദിവസം പോയി കഴിഞ്ഞു, നാളത്തെ ഒരു ദിവസം. നേരത്തെ സൗമ്യ പറഞ്ഞതുപോലെ തന്നെ നാളെ കാശിന് ആവശ്യമുള്ള ആളുകൾ എന്താ ചെയ്യുക? ATM ഇല്ല, നാളെ ബാങ്കും അടച്ചിടുന്നു. അപ്പോൾ നാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ സെറ്റിൽ ചെയ്യേണ്ട നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായില്ലേ, അതെന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ്. അതിനെ ഒരു പരിഹാരം ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. രണ്ടാമത് വേറൊരു റിപ്പോർട്ട് നമ്മളിവിടെ കാണിക്കുന്നത് നവംബർ 12 വരെ 2000 രൂപയിൽ കൂടുതൽ ATMൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല. അതും ഒരു വലിയ പ്രശ്നമല്ലേ? നവംബർ 12-ാം തീയതി വരെ, ഇന്ന് 9-ാം തീയതിയാണ്, ഇനി 3 ദിവസം കൂടെ ഉണ്ട്. ആ 3 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ക്യാഷ് ഡീലിങ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നടക്കാതെ പോകുന്നു. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടപടി ഒരുപക്ഷെ അനിവാര്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് എക്സ്പ്ലനേഷൻ പലതും നടത്താൻ കഴിയും. പക്ഷേ കള്ളപ്പണം തടയാൻ ഗവൺമെൻറ് എന്ത് സ്റ്റെപ്പാണ് എടുത്തത്? ഈ രാജ്യത്തിൻ്റെ ഈ പാരലൽ ഇക്കോണമി എന്നുള്ള രീതിയിൽ ആരാണ് വളർത്തിയത്? ഈ നാട്ടിലെ 100 കോടി ജനങ്ങളാണ്, 130 കോടി വരുന്ന ജനങ്ങളാണ് ഇവിടെ പാരലൽ ഇക്കോണമിയെ വളർത്തിയത്. സാധാരണക്കാരനാണോ? ഒന്നുമല്ല. ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്ത് കള്ളപ്പണം പൊരിപ്പിക്കലും, നേരത്തെ ദേവദാസ് പറഞ്ഞ പോലെ IPL ആദ്യം നിർത്തണം. ഇതുപോലെയുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു ലൂട്ടിങ് നടക്കുന്ന ഒരു സംഭവമാണ് അതിനകത്ത്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഇവിടെ അൺഅക്കൗണ്ടഡ് മണി ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഇന്ത്യയുടെ ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയേക്കാൾ ശക്തമായ രീതിയിൽ വരുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് എടുത്തിരുന്ന പല നടപടികളും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാനും മറ്റുമൊക്കെ ഗവൺമെൻറ് എടുത്തിരുന്ന പലിശ നിരക്ക് ഉയർത്തൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ് ആവാഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഇവിടെ പാരലൽ ഇക്കോണമി വേറെയുണ്ട്, സമാന്തര സമ്പദ് വ്യവസ്ഥ, അതിശക്തമായ സമ്പദ് വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ നടന്നത്. അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ബിഗ് ഫെയിലിയർ, വളരെ വലിയൊരു പരാജയം ആയ സാഹചര്യത്തിലാണ് അനിവാര്യമായിട്ട് ഗവൺമെൻറ് ഇതുപോലെയുള്ള ദുരന്തം ജനങ്ങൾക്ക് വിതയ്ക്കുന്ന സംഭവങ്ങളിലേക്ക് പോയത്. ഇതിപ്പോൾ സത്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്. മറ്റന്നാൾ ബാങ്കിൻ്റെ മുമ്പിൽ എന്തായിരിക്കും തിരക്ക്? നാളെ ബാങ്ക് അടച്ചിടുന്നു. മറ്റന്നാൾ എന്തായിരിക്കും ബാങ്കിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം? എല്ലാ ബാങ്കുകളിലേക്കും 500-ഉം 1000-ഉം 500-ൻ്റെ നോട്ട് മിക്കവാറും എല്ലാവരുടെയിലും ഇല്ലേ? നമ്മുടെ രാജ്യത്തെ മിക്കവാറും എല്ലാ പൗരന്മാരുടെ കയ്യിലും പോക്കറ്റിലും പേഴ്സിലും ഒക്കെ ഇപ്പോൾ 500-ൻ്റെ നോട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ 1000-ൻ്റെ നോട്ട് അത്രയും കണ്ടില്ല എന്ന് വയ്ക്കാം, എന്നാലും 1000-ൻ്റെ നോട്ടും ഉണ്ട്. ATMൽ നിന്ന് 2000-3000 രൂപയ്ക്ക് എടുക്കുമ്പോൾ ഒരു നോട്ട് അതിൽ 1000 ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നാളെ ബാങ്ക് അടച്ചിടുന്നു. മറ്റന്നാൾ
ബാങ്കിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്തായിരിക്കും? പോസ്റ്റ് ഓഫീസിൽ ഇതിൽ എന്ത് ഫെസിലിറ്റി കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ബാങ്കുകളിൽ ഒരു പക്ഷേ കറൻസി അവിടെ കുറേ കാണാം, എല്ലാം അവരുടെ കറൻസി ചെസ്റ്റിൽ കറൻസി ഉണ്ടാകും. പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗവൺമെൻറ് പ്രായോഗികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാം, അത് അവരുടെ കാര്യം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഇത്രയും ദിവസങ്ങളുണ്ടാവുന്ന ഇക്കോണമിയിൽ നമ്മുടെ ഈ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന ഒരു വലിയ ക്യാഷ് ഫ്ലോയുടെ അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ് ഒരുപക്ഷെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമാകുമോ കാര്യങ്ങൾ? ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. ഇത് ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടും എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനപ്പുറത്ത് നിന്ന് എങ്ങനെയായിരിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ബാധിക്കുന്നത്? എങ്ങനെയായിരിക്കും? അല്ല, ഇത് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ ഇടയുണ്ട്. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. കാരണം 12 മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 12 മണിക്ക് മുമ്പ് തന്നെ ഈ നോട്ടുകളെല്ലാം വിപണിയിൽ നിന്ന് പോയി. ആരും ഇത് സ്വീകരിക്കുന്നില്ല. ട്രാൻസാക്ഷന് വിനിമയത്തിനുള്ളൊരു മാധ്യമമായി ആരെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ കറൻസിയുടെ വിശ്വാസ്യത കഴിഞ്ഞു, ക്രെഡിബിലിറ്റി ഇല്ല അതിന്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, എന്താ പറയുക, പെട്രോൾ ബങ്കുകളിലും മറ്റുമൊക്കെ ഈ 500 നോട്ടും 1000 നോട്ടൊക്കെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കസ്റ്റമർ ആശുപത്രിയിലൊക്കെ അല്ലെങ്കിൽ പണം അടയ്ക്കാനൊക്കെ ചെല്ലുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറയുന്നത്, സാറേ 1000ൻ്റെ 500ൻ്റെ നോട്ട് പിൻവലിച്ച് ഞങ്ങളിത് എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഈ സമയത്ത് ഒരു നിർദ്ദേശവും ആ രീതിയിൽ ഒരു സംവിധാനം അവിടെ വന്നിട്ടില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയൊരു ക്രൈസിസ് രൂപപ്പെടാൻ പോവുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് എങ്ങനെയാണത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു വിചിത്രമായിട്ടുള്ളൊരു തീരുമാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ആകെ ഈ കള്ളപ്പണം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് ഉള്ളത്? ഈ കള്ളപ്പണം എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം ആളുകൾ രാജ്യത്തെ കുത്തകകളും അതുപോലെയുള്ള വൻ പണക്കാരും അതുപോലെയുള്ള കള്ളക്കടത്തും മറ്റു വ്യാപാരങ്ങളും ഒക്കെ നടത്തുന്ന വളരെ ചുരുക്കം ആളുകളുടെ കയ്യിലാണ്. പക്ഷെ നോട്ട് എല്ലാ സാധാരണക്കാരൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ 100 കോടി 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 100 കോടിയിൽ പല ആളുകളുടെ കയ്യിലും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഈ 2-3 ദിവസം കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു വിഷമവൃത്തത്തിലേക്ക് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും ജനങ്ങളെയും കൊണ്ടുവന്ന് തള്ളുന്ന ഒരു തീരുമാനമാണ്. ഇത് എങ്ങനെയാണത് ആ രീതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടാണ്. ഈ കള്ളപ്പണത്തെയും അതുപോലുള്ള കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നിയമ നടപടികളോ ശക്തമായ നടപടികളോ ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വിജയ് മല്യ 6900 കോടി രൂപ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ 50,000 രൂപ കടമെടുത്ത കർഷകൻ തൂങ്ങിച്ചാവുമ്പോൾ 6900 കോടി രൂപ കടമെടുത്തിട്ട് ബ്രിട്ടനിൽ വിലസി നടക്കുന്ന ഒരാളാണ്. എന്താണ് ഗവൺമെന്റിനും ഈ രാജ്യത്തെ ഭരണകൂടത്തിനും ചെയ്യാൻ കഴിയുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളപ്പണം അതിന്റെ ഒഴുക്ക് തടയാൻ, അല്ലെങ്കിൽ അത് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു, ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഇടപെടേണ്ട നിർണായക ഘട്ടങ്ങളിൽ പോലും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്താതിരുന്ന സ്റ്റാൻഡുകളാണ് പലപ്പോഴും ഈ സർക്കാരായും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ സാധാരണക്കാരന് ആ ബർഡൻ മുഴുവൻ സാധാരണക്കാരന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞത് സാധാരണക്കാര് എന്താ ചെയ്യുക? നാളെ ഒരു കല്യാണം നടത്തുന്ന അവരുടെ സ്ഥിതി എന്തെന്നാണ്. അതൊന്നും ഇനി എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഗാന്ധി തലയുള്ള നോട്ടുകളെല്ലാം കള്ള നോട്ട് എന്നും ഗാന്ധിനെ ടാർണിഷ് ചെയ്യാനും ഇനി ഇൻക്രെഡിബിൾ ഇന്ത്യൻ്റെ അംബാസിഡർ ബ്രാൻഡ് അംബാസിഡർ ആയ പോലെ ഇനി മോഡിൻ്റെ നോട്ട് എന്ന് പറഞ്ഞിട്ട് 100 വരുന്ന സ്ഥിതി ഇപ്പം അടുത്തുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അതൊന്ന്. 2, ഈ പറഞ്ഞത് ഈ IPL അതാണ് രാഷ്ട്രീയക്കാർ ഈ കോർപ്പറേറ്റിൻ്റെ കള്ളപ്പണം ബിനാമി ഏർപ്പാടിൽ ഇത് ഫ്ലോ ചെയ്യുന്നത്. അത് നിയന്ത്രിക്കാനാണ് ശരത് പവാറും ജെറ്റ്ലിയും അമിത്ഷായും നരേന്ദ്രമോദിയും ലല്ലു യാദവും PC ജോഷിയും എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇവർ പറയുന്നത് അത് 1.5 ലക്ഷം കോടി ഉറുപ്പ്യാണ് ഒരു കൊല്ല സീസണിൽ പോകുന്നത് കള്ളപ്പണമായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഓണർഷിപ്പ് പാറ്റേൺസ് ഒന്നും നമ്മൾ അറിയാത്ത. അതാ ഞങ്ങൾ ഈ പറയുമ്പോൾ ആള് വിചാരിക്കും എന്തെന്നാ ഇവർ പറയുന്ന ക്രിക്കറ്റ്. അതല്ല, സുപ്രീം കോടതി താക്കൂറും ഖലീഫുള്ളയെല്ലാം കണ്ടത് അതാണ്. രാജ്യത്തിന്
ക്ലബിനെ അസ്ഥിരപ്പെടുത്തുന്നു. നിങ്ങളെ ക്ലബ്ബ് എൻ ശ്രീനിവാസൻ, എല്ലേ ധോണി, അല്ലെങ്കിൽ ഇത് കളിക്കാരെയും എല്ലാം വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് IPL ക്യാൻസൽ ചെയ്ത് അങ്ങനത്തെ ഒരു നടപടിന് പകരം 500-100 നോട്ടുള്ള പാവം 4 നേരം 3 നേരം ഭക്ഷണം കഴിക്കാൻ ആളില്ലാത്ത പോക്കറ്റ് അടിച്ചിട്ട് ഇനി എങ്ങനെയാണ് യാത്ര ചെയ്യുക? എന്താണെന്ന് ഒന്നും തിരിയുന്നില്ല. ഓരോ റിപ്പോർട്ട് വരും. ഇപ്പൊ നാളെ ബാങ്ക് പൂട്ടിയാൽ പോസ്റ്റ് ഓഫീസും ഇനി പൂട്ടിക്കും. ഇനി പോസ്റ്റ് ഓഫീസിലേക്ക് ആൾ കൂടും. പൂരപ്പറമ്പ് പോലെ ബാങ്കിൽ പോയാൽ ആള് തമ്മിൽ അടിയാവും, ബാങ്കുകാർ തമ്മിൽ തർക്കാവും, പീഡിയക്കാർ തമ്മിൽ തർക്കാവും. ഇവർക്ക് ഒരു വിഷനൊന്നുമില്ല. അതുകൊണ്ടാണ് 66,000 ആളെടുത്തുനിന്ന് 66,000 കോടി കള്ളപ്പണം കൊണ്ടുവരുന്നത്. മല്ലേനെയും ലളിത് മോഡിനെയും പിടിച്ചാൽ മാത്രം 20,000 കോടി കിട്ടും. എന്നിട്ട് അവരെ കമ്മീഷനും അവരെ പെണ്ണും കള്ളും വാങ്ങിയിട്ട് ഈ ഗവൺമെന്റ് സാമിയായിട്ട് രാവിലെ നടക്കും. വൈകുന്നേരം ചിയർ ഗേൾസിനെയും കൂട്ടിപ്പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലതിരിഞ്ഞ തുഗ്ലക്കാൻ നയം കൊണ്ട് പാവപ്പെട്ടവർ നാളെ ഒരു നേരം കുട്ടികൾക്ക് ഭക്ഷണവും പാലും കൊടുക്കാത്ത നേരത്തിലേക്ക് ഇന്ത്യനെ മൊത്തം ആക്കിയിട്ട് ഇൻക്രെഡിബിൾ ഇന്ത്യൻ്റെ ബ്രാൻഡ് അംബാസിഡറെ ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഇൻക്രെഡിബിളി ഫാസ്റ്റ് ആയിട്ട് നടത്തിയ ഈ കള്ള പോക്കറ്റടി. ഈ മാഫിയ മോഡിഫൈഡ് ഷാക്സിനെയല്ല ഇവിടുന്ന് വിട്ടില്ല. അത് കോൺഗ്രസ് ആയാലും ഇവർ അഴിമതി നടത്തുക, മൊത്തം കമ്മീഷൻ വാങ്ങുക, എന്നിട്ട് ഇവർ അടിച്ചു മാറ്റിയാൽ ഇനിയും നോക്കണം. 66,000 കോടി ടാക്സ് പേ ചെയ്യാത്ത അവർക്കെല്ലാം ലീവേ കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ തുകയാണ് ഇത്. എന്നിട്ട് അത് ശേഷമാണ് ഇപ്പം പറയുന്നു കള്ളപ്പണം കൂടിയോണ്ട് ഞങ്ങളിപ്പോൾ 500-1000 നോട്ട് ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തതയില്ല. എന്നാൽ പറയണ്ടേ 5,000 ഉള്ളതെല്ലാം 5,000 വരെ ഉള്ളത് ഞങ്ങൾക്ക് മാറ്റാം, അങ്ങനത്തെ എന്തെങ്കിലും. ഇതിപ്പോൾ ഓരോന്നാ ജോർജ് പറയുന്നത് 2,000 വരെയല്ലേ ATM എന്ന് വിടുന്നത്. നാളെയും മറ്റന്നാൾ ATMന്റെ മുമ്പിൽ പൂരം, മറ്റന്നാൾ ബാങ്ക് തുറക്കുമ്പോൾ പൂരം, പിന്നെ സെക്കൻഡ് സാറ്റർഡേൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ ലീവ് ശനിയും ഞായറും. അപ്പോൾ ഒരു യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം വളരെ വേഗം. ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുകയാണ്. ഏതായാലും 1000-500 നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ATMകൾ 2 ദിവസത്തേക്ക് പ്രവർത്തിക്കത്തില്ല. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് ATMകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബാങ്കുകളും നാളെ തുറക്കില്ല. ഡിസംബർ 30 വരെ ഈ 500-1000 നിലവിൽ കയ്യിലിരിക്കുന്നത് മാറ്റാനുള്ള സമയമുണ്ട് എന്ന് പറയുമ്പോഴും പുതിയ നോട്ടുകളൊന്നും 500-ന്റെയും 1000-ന്റെയും അടിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കയ്യിലിരിക്കുന്നവർ അടിയന്തരമായി ഉപയോഗിക്കേണ്ടവരൊക്കെ എന്തു ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആരുടെയും പണം പാഴാകില്ല എന്നൊക്കെ പറയുമ്പോഴും അടിയന്തരമായി ഈ വിധത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒപ്പം തന്നെ ഇത് എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് അടക്കമുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്.